അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെയും നൂർ ഫാത്തിമയുടെയും ദാമ്പത്യവല്ലരി നല്ല രീതിയിൽ പോകുന്നതിനിടെയാണ് നൂർ ഫാത്തിമയുടെ മമ്മക്ക് സുഖമില്ലാതാകുന്നത്. ആ സമയത്ത് അവരാകെ ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യും? ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഉസ്താദും നൂർ ഫാത്തിമയും ശരിക്കും സങ്കടപ്പെട്ടിരുന്നു. പഠിച്ചോനെ, ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം ഇതാ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് വേർപിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വന്നു. എന്തു ചെയ്യും എന്നറിയാതെ നൂർ ഫാത്തിമയും ഉസ്താദും ഒരുപാട് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നാൽ അതിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് അതാ മമ്മക്ക് പെട്ടെന്ന് നൂർ ഫാത്തിമയോടും ഉസ്താദിനോടും സ്നേഹം തോന്നുകയും പിന്നീട് നൂർ ഫാത്തിമ ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിയുകയും അതിനു മുമ്പേ അവർ ഒരു സ്വപ്നം കാണുകയും എല്ലാം ചെയ്തപ്പോൾ അവർക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. തൻ്റെ പ്രിയപ്പെട്ട മോളും തൻ്റെ മരുമകനും അവർ ഒന്നിച്ച് ജീവിക്കണം, അതാണ് അതിൻ്റെ ശരി എന്ന് മമ്മക്ക് തോന്നുകയും മമ്മ അവളെ പറഞ്ഞയക്കുകയും ചെയ്തു. ആ ഒരു ദിവസത്തിൻ്റെ സന്തോഷത്തിലാണ് നൂർ ഫാത്തിമയും ഉസ്താദും. വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ അവരിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഫോൺ ബെല്ലടിക്കുന്നു. നൂർമോളെ, ആരോ വിളിക്കുന്നുണ്ട്, നിന്റെ ഫോണാണല്ലോ. നൂർ ഫാത്തിമ ബെഡിൽ നിന്ന് എണീക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ് വേണ്ട, അങ്ങനെ എണീക്കാൻ പാടില്ലല്ലോ. നാഫിക്ക, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ ആണുങ്ങളായാലും വിവാഹത്തിന് മുമ്പായിക്കൊണ്ട് ഞങ്ങൾക്കും ചില അറിവുകളൊക്കെ നേടൽ അത്യാവശ്യമാണല്ലോ. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പും ശേഷവും പിന്നീട് അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം അതൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പഠിക്കാഞ്ഞാൽ പറ്റില്ലല്ലോ, അതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ഒരു പെണ്ണിനെ നല്ല രീതിയിൽ പോറ്റേണ്ടതിനെക്കുറിച്ചും എല്ലാം കിതാബുകളിലുമുണ്ടല്ലോ. പിന്നിപ്പോൾ എന്താ, ആ ഒരു കാര്യം മാത്രം അല്ലേ? സാധാരണയായി ഡോക്ടേഴ്സൊക്കെ പറഞ്ഞാണ് കേൾക്കാറുള്ളത്, അതാ ചോദിച്ചത്. നാഫിക്ക, ആരാണ് ബെല്ലടിക്കുന്നത്? നോക്കട്ടെ. അറബിയുമ്മ. നൂർമോളെ, അറബിയുമ്മയാണ് വിളിക്കുന്നത്. എന്നാ ഫോണ്. പഠിച്ചോനെ, അറബിയുമ്മയോ? ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമ, കൈഫ് ഹാലക്? സെയിൻ, അൽഹംദുലില്ലാ. നൂർ ഫാത്തിമയും അറബിയുമ്മയും അതാ ഓരോന്ന് സംസാരിക്കുന്നു. വീട്ടിലെ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ചോദിക്കുന്നു. അതിൽ അറബിയുമ്മ ചോദിക്കുകയാണ്, മോളെ ഡോക്ടറെ കാണിച്ചോ, സ്കാനിങ് ചെയ്തോ എന്നൊക്കെ. പക്ഷേ നൂർ ഫാത്തിമ പറഞ്ഞു, ഹേയ് ഇല്ല അറബിയുമ്മ, അത് ചെയ്തിട്ടില്ല. ചെയ്യാം, ഇനി നെക്സ്റ്റ് മന്ത് വരെ ഞാനിന്ന് കാത്തു നിന്നതാണ്. അതിനിടക്ക് പറയൂ നൂർ ഫാത്തിമ, മമ്മയ്ക്ക് സുഖമില്ലാതെയായി. ആണോ? പടച്ചോനെ, എന്നിട്ട്? ഞാൻ മമ്മയുടെ അടുക്കൽ ഒരു 3-4 ദിവസം നിന്നു. പിന്നെ ഇന്നാണ് തിരിച്ചെത്തിയത്. മോളെ, മമ്മ ഇപ്പോൾ എങ്ങനെയുണ്ട്? അറബിയമ്മ, സന്തോഷകരമെന്ന് പറയട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ മമ്മ വളരെയധികം സന്തോഷത്തിലാണ്. എന്നെ നല്ല രീതിയിലാണ് ഉസ്താദിൻ്റെ കൂടെ പറഞ്ഞയച്ചത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, അറബിയമ്മ പ്രാർത്ഥിച്ചു. നൂർ ഫാത്തിമ ആമീൻ പറഞ്ഞു. അറബിയമ്മ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖാണ് മോളെ. തലാൽ ഇവിടെ ഉണ്ട്. അവനങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുകയാണ്. ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ പോകും, പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുമുണ്ട്. അറബിയമ്മ, ഞങ്ങളെല്ലാവരും പോന്നിട്ട് നിങ്ങൾക്ക് ടെൻഷനായില്ലേ? മോളെ, അത് പിന്നെ ഇല്ലാതിരിക്കുമോ? എൻ്റെ പൊന്നു മോളെ എൻ്റെ കൂടെ എത്ര നിന്നു. സത്യം പറഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് മനസ്സ് വേദനിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോഴും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങുമ്പോഴും
ആഭരണങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോഴും ഒക്കെ ഞാൻ നിന്നെയാണ് ഓർക്കാറുള്ളത്. സത്യമായിട്ടും നിനക്കുള്ളതാണ് ഞാൻ എപ്പോഴും കണ്ടുവെക്കാറുള്ളത്. ഞാൻ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ പറയും, ഒരു ഇഷ്ടപ്പെട്ട മാലയായാലും എന്തൊക്കെ തന്നെ കണ്ടാലും ഇത് അവിടെ ഒന്ന് സ്റ്റോക്ക് വെക്കണേ എന്ന് പറയും. അറബിയമ്മ എന്തിനാണ് അങ്ങനെയൊക്കെ? എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നറിയില്ലേ മോളെ. എന്നാലും എൻ്റെ സന്തോഷത്തിന് ഞാനതൊക്കെ എടുത്തു വെക്കാറുണ്ട്. സത്യമായിട്ടും വേറെ പെൺമക്കളില്ലല്ലോ ഉമ്മ. തലാലിനെ വൈകാതെ തന്നെ നല്ലൊരു പെൺകുട്ടിയെ ശരിയാവട്ടെ. അപ്പോൾ ഉമ്മാക്ക് മോൾക്ക് പകരമായിക്കൊണ്ട് ഒരു മരുമകൾ വരുമല്ലോ അല്ലേ മോളെ? ഇൻഷാ അല്ലാ നീ പ്രാർത്ഥിക്ക്. സത്യമായിട്ടും എൻ്റെ മോള്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വന്ന ആ ടൈമിന് കേട്ടോ, ഒരിക്കലും തെറ്റിദ്ധരിക്കാമെന്ന് വിചാരിക്കരുത്. എനിക്കെൻ്റെ പൊന്നുമോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ തലാലിനെ കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ എല്ലാം അറിഞ്ഞപ്പോൾ അതൊരിക്കലും പാടില്ല, ഒരാൾ ആഗ്രഹിച്ചതല്ലേ എന്ന് കരുതി. സത്യമായിട്ടും ഞാൻ എൻ്റെ പൊന്നുമോളെ ആഗ്രഹിച്ചു പോയതായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഇവിടെ നിന്നല്ലോ. പിന്നെ നാഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പെണ്ണായി എൻ്റെ നൂർ ഫാത്തിമ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അൽഹംദുലില്ലാ. മോളെ ഈ സമയം നാട്ടിൽ ഒരുപാട് ടൈമായിട്ടുണ്ടായിരിക്കുമല്ലേ? ഇവിടെയാണെങ്കിൽ 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. കിടന്നിരുന്നോ ഉമ്മ? ഞങ്ങൾ കിടന്നിരുന്നു. പഠിച്ചോനെ, ഞാനൊരു ശല്യമായില്ലേ പെട്ടെന്ന് വിളിച്ചപ്പോൾ? ഹേയ് ഇല്ല ഉമ്മ. എന്താ, ഞങ്ങളിന്ന് അവിടെ നിന്നൊക്കെ വന്ന് ഫ്രഷായി ഇതാ കുറച്ച് സമയമായിട്ടുള്ളൂ കിടന്നിട്ട്. മോളെ എന്നാൽ ഞാൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ പകൽ വിളിക്കാം കേട്ടോ. വേണ്ട അറബിയമ്മ, സംസാരിച്ചോളൂ. മോളെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടായിരുന്നു. എന്താ അറബിയമ്മ? അത് നമുക്ക് സ്ഥലം നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. അതിന് ഞാനും തലാലും നാട്ടിലേക്ക് വരുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. പിന്നെ സുൽഫത്തുമ്മയൊന്ന് കിട്ടണം. ഇനി പകൽ വിളിക്കാമെന്ന് വിചാരിച്ചു. മോളെ കാണാൻ എനിക്ക് വല്ലാത്തൊരു കൊതി. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചതാണ്. സത്യമായിട്ടും ഇൻഷാ അല്ലാ നല്ലൊരു പ്രോപ്പർട്ടി കണ്ടുവെക്കണം, നല്ല സ്ഥലത്ത്. എന്നിട്ട് നമുക്കൊരു നൂർമഹൽ പണിയണ്ടേ അവിടെ? അറബിയമ്മ അത് വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിനേക്കാളും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത് ഒരു പള്ളി പണിയാനാണ്. മോളെ മാഷാ അല്ലാ, അതെൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം തന്നെയാണ്. അതും വേണം. എങ്കിലും എൻ്റെ മോൾക്ക്, എൻ്റെ നൂർ ഫാത്തിമക്ക് ഒരു നൂർമഹലെ സ്ഥാപിക്കണം അവിടെ. അങ്ങനെ ആകുമ്പോഴല്ലേ എൻ്റെ കുട്ടി ഇവിടെ ജീവിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ മോൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ശരിക്കും ഒരു അറബിക് ലുക്കിൽ വേണം ആ കേരളത്തിൽ ഉണ്ടാക്കുന്ന വീട്. എൻ്റെ മോൾക്ക് അറേബ്യയിൽ ജീവിച്ചതുപോലെ തന്നെ ജീവിച്ച എല്ലാ സെറ്റപ്പും ആ ഒരു വീട്ടിലുണ്ടായിരിക്കണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അറബിയമ്മ ഞാൻ എന്ത് പറയാനാ മോളെ, നീ ഒന്നും അറിയണ്ട. എല്ലാം ഞാൻ സെറ്റാക്കിക്കോളാം. ഇൻഷാ അല്ലാ നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കാം. ഇൻഷാ അല്ലാ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ വരും കേട്ടോ. അറബിയമ്മ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയെ കാണാൻ എനിക്ക് ശരിക്കും കൊതിയായിട്ടുണ്ട്. മോളെ ഇൻഷാ അല്ലാ നമുക്ക് കാണാം. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു അതിന് വിധി നൽകട്ടെ. ആമീൻ. അറബിയമ്മ തലാലിനെ വിളിക്കുന്നു. തലാൽ മോനെ, നമുക്ക് കേരളത്തിലേക്ക് പോകണ്ടേ? തലാലിനത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഉമ്മ ഇൻഷാ അല്ലാ പോകണം. എന്താ മോനെ നിനക്കൊരു ചിരി? അല്ലേ, കേരളത്തിലെന്ന് പറഞ്ഞാൽ അത് നല്ല ഭംഗിയാണല്ലേ? അതേ മോനെ, കേരളം എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണല്ലോ. പക്ഷേ ഇപ്പോഴൊക്കെ നമ്മളിവിടെയൊക്കെ മഴയും ഉണ്ടായത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലൊക്കെ പച്ചപ്പ് ഉണ്ടാകുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണ് ഉമ്മ, ഈ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വല്ലാത്ത ഗ്ലാമറാണല്ലേ? തലാൽ നീ എന്താ ഉദ്ദേശിച്ചത്? അല്ലേ, ഇവിടെ അറബികളെ കാണാൻ ഭംഗിയില്ല എന്നല്ല. അറബികളെന്ന് വെച്ചാൽ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. പക്ഷേ കേരളത്തിലും
അതേ കളറുള്ള കുട്ടികളുണ്ടല്ലേ. അതുമാത്രമല്ല അവരുടെ മുഖഷേപ്പൊക്കെ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അല്ലേ. തലാലെ മോനെ, നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എങ്ങനെ കേരളക്കാരെയൊക്കെ കണ്ടോ? ഉമ്മ, കേരളക്കാരിവിടെ 2-3 മാസം താമസിച്ചതല്ലേ. പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ കേരളക്കാരുടെ ഓരോ റീൽസ് എന്നൊക്കെ കാണുമ്പോൾ അത് ഒരു പ്രത്യേകമായിട്ടൊരു ഭംഗി തോന്നും. മോനെ, അതൊന്നും അങ്ങനെ വിശ്വസിക്കണ്ട. അതെല്ലാം ഫിൽറ്ററായിരിക്കും. ഒറിജിനൽ നമ്മുടെ നൂർ ഫാത്തിമയാണ്. അവൾക്ക് യാതൊരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. പക്ഷെ അവളുടെ മുഖത്തിൻ്റെ ഒരു ഭംഗി നീ കണ്ടിട്ടുണ്ടോ മോനെ? ഉമ്മ, ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴും നിഖാബല്ലേ. മോനെ, എൻ്റെ കുട്ടിക്കും അതുപോലെയുള്ളൊരു പെണ്ണ് പെട്ടെന്ന് റെഡിയാട്ടെ. ഉമ്മ, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ടല്ലോ. പെണ്ണൊക്കെ സെറ്റല്ലേ. എന്താ മോനെ നീ പറയുന്നത്? നീ എവിടെയാണ് കണ്ടുവച്ചിട്ടുള്ളത്? സത്യം പറയടാ, നീ പഠിക്കുന്ന കോളേജിൽ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അവിടെയൊക്കെ ഉമ്മ പല പല രാജ്യക്കാരാണ്. ഭാഷ അറിയാത്ത പലരും, ഫിലിപ്പീൻസുകളും എല്ലാവരും ഉണ്ടാവും. അതൊന്നും നമുക്ക് കാര്യമാക്കി തന്നെ വേണ്ട. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മലയാളി പെണ്ണിനെ കല്യാണം കഴിക്കാനാണുമ്മ ആഗ്രഹം. മോനെ, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ എന്താ, നടക്കട്ടെ. ഇപ്പം നമ്മുടെ നൂർ ഫാത്തിമ മലയാളിയാണല്ലോ. എന്താ അവൾക്കൊരു കുഴപ്പം? എന്ത് ഭംഗിയാണ് അവളെ കാണാൻ. അറബികളേക്കാൾ ലുക്കാണ്. ഉമ്മ, നൂർ ഫാത്തിമയുടെ അത്ര ഭംഗിയില്ലെങ്കിലും അതിൻ്റെ ഒരു അടുത്ത അടുത്തുകൂടിയൊക്കെ പോണ ഭംഗിയുള്ള ഒരു പെണ്ണിനെ പോരെ മോനെ? തീർച്ചയായും. അല്ലമ്മ, എന്നെ ടിക്കറ്റ് എടുക്കേണ്ടത്? മോനെ പറയാം. കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഒക്കെ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ നമുക്കൊരു 1 മന്ത് കേരളത്തിലേക്ക് പോകാം. പിന്നെ കേരളത്തിലേക്ക് പോകുമ്പോഴേ നമ്മളൊരു പ്ലാനിങ് ഉണ്ടല്ലോ, നൂർമഹൽ സെറ്റാക്കണം എന്നുള്ള. പക്ഷേ നമ്മുടെ നൂർ ഫാത്തിമക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട്, ഒരു പള്ളി പണിയണമെന്നുള്ളത്. പള്ളി പണിയാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനു മുമ്പ് ഞാൻ ക്യാഷ് അയച്ചിരുന്നു. പക്ഷേ നമ്മുടെ നൂർ ഫാത്തിമക്ക് ഒരാഗ്രഹമാണ്, ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം തന്നെ നൂർമഹലിനെ കുറച്ച് അകലെയായിക്കൊണ്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് ഒരു പള്ളി സെറ്റാക്കാം. ഇൻഷാ അല്ലാ അതിന് രണ്ടിനുള്ള ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ എത്രയാവും അതൊക്കെ ഒന്ന് കണക്ക് കൂട്ടണം. പിന്നെ നാഫി ഉസ്താദിനൊന്ന് വിളിക്കണം, കാര്യങ്ങളൊക്കെ പറയണം. എന്നാൽ പിന്നെ നാഫി ഉസ്താദ് കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുത്തോളും. ഒരുവിധം സെറ്റായി പ്രോപ്പർട്ടിയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് കേരളത്തിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. അതല്ല, അതിനു മുമ്പ് തന്നെ പോയി നമ്മളിതൊക്കെ തിരഞ്ഞ് അപ്പോഴേക്കും ടൈം പോകും. പിന്നെ മോനെ, നമുക്ക് കൂടുതലായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇവിടെയല്ലേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ ഒരു കണ്ണ് ഉമ്മയുടേത് വേണമല്ലോ. ഉമ്മയല്ലേ ഇതെല്ലാം കൊണ്ടു നടക്കുന്നത്. പിന്നെ എൻ്റെ തലാൽ, നിൻ്റെ പഠനം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നിന്നെ അങ്ങ് ഏൽപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അല്ല, ഞാൻ ഇതൊറ്റയ്ക്ക് ഒരുപാട് ഇഷ്ടംപോലെ പണിക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു മേൽനോട്ടക്കാരൻ, നമ്മുടെ ഡ്രൈവർ ഉണ്ട്, ഓക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയൊന്നല്ലല്ലോ. പല പല കമ്പനിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആളുകളെ ഏൽപ്പിച്ചാലും ഇല്ലെങ്കിലും അത് ഒരു ജസ്റ്റ് നമ്മളുടെ ഒരു കണ്ണവിടെ എപ്പോഴും വേണം. അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ആക്കി കുളം തോണ്ടും. എൻ്റെ തലാലിനെ ഏൽപ്പിക്കണമെന്ന് പലവട്ടം വിചാരിച്ചതാണ്. പക്ഷേ നിൻ്റെ ആ ഒരു പഠനം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ടെൻഷൻ വരും. ഇൻഷാ അല്ലാ നമുക്ക് വൈകാതെ തന്നെ പോകണം. അതിനു മുമ്പ് നാഫി ഉസ്താദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് നമുക്ക് 1 മന്തിന് പ്ലാനിങ്ങിൽ നമുക്ക് പോകാം. ഉമ്മ, സത്യം പറഞ്ഞാൽ കേരളത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോഴേ എന്തെന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ എത്തണം എന്നൊക്കെ തോന്നുകയാണ്. മോനെ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ നിനക്ക്? ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. ഓക്കെ. അറബിയമ്മ വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം ഇരട്ടി മധുരമാണ് ഉള്ളത്. ഒന്ന്, തൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമക്ക് അതാ അവൾക്കൊരു കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. രണ്ടാമത്തത്, കേരളത്തിലേക്ക് പോകുന്നു. അവിടെ
അവൾക്കൊരു നൂർ മഹൽ സെറ്റാക്കുന്നു. അതൊക്കെയാണ് അറബിയമ്മയുടെ ആഗ്രഹം. അതെല്ലാം നടത്തണം ഇൻഷാ അല്ലാ. ഉമ്മ, പിന്നെ ഒരു കാര്യം, അതേ, കേരളത്തിലേക്ക് പോകുമ്പോഴേ അറബി വന്നു അല്ലെങ്കിൽ അറബിയമ്മ വന്നു എന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് ആളുകൾ കാണാൻ വരാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായും മോനെ, അതങ്ങനെ ഉണ്ട്. അതെ, അന്ന് എൻ്റെ ബ്രദറ്, എൻ്റെ അമ്മാവൻ നാട്ടിലേക്ക് പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ കാണാൻ വന്നു. ഒരു അറബി വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് വലിയ ബഹുമാനമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും വെറുതെ പോകില്ലല്ലോ, ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് അതിനു വേണ്ടി കയ്യിൽ കരുതേണ്ടി വരും. അവരെ മടക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ നമ്മളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ ആ ഒരു കാണുന്ന കാഴ്ചയിൽ ഒരു ഉപഹാരമായിക്കൊണ്ട് നമ്മളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട്, ക്യാഷ് തന്നെയായിരിക്കും എല്ലാവർക്കും ആവശ്യം, അതിനു വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് നമുക്ക് ഇന്ത്യൻ റുപ്പി ആക്കണം, എന്നിട്ട് സെറ്റാക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഓരോ പ്ലാനിങ് അത് അറബിയമ്മയും തലാലും നടത്തുന്നു. സത്യം പറഞ്ഞാൽ തലാല് ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് പോകുവാനുള്ള ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ നൂർ ഫാത്തിമ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇന്നലെ രാത്രി അറബിയമ്മ വിളിച്ചിരുന്നോ? മോളെ തന്നെ. ഉമ്മയെ വിളിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഉറങ്ങല്ലെന്ന് വിചാരിച്ചപ്പോഴേ, ആണോ പഠിച്ചോനെ, കുറേ ആയിട്ടോ സൗണ്ട് കേട്ടിട്ടും. അല്ല മോളെ, എന്തൊക്കെയാണ് പറഞ്ഞത്? ഉമ്മ, അറബിയമ്മയും തലാലും വരുന്നുണ്ടത്രേ. മാഷാ അല്ലാ, എന്നാണ് വരുന്നത്? പഠിച്ചോനെ, നമ്മളെ വീട്ടിലേക്ക് അറബികൾ വരേ? ഹോ, നമ്മളീ സ്ഥലം, ഈ ഒരു പരിമിതി. ഉമ്മ, ഇതൊക്കെ വലിയ വീടല്ലേ, അതിനൊന്നും കുഴപ്പമില്ല. അല്ല മോളെ, നമ്മളവിടെ നിന്ന് ആ സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ അവർക്ക് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഉമ്മ, ഇവിടെ എന്താ കുഴപ്പം? അത്യാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുള്ള വീടല്ലേ. അതല്ല മോളെ, എന്നാലും എനിക്കൊരു, ഉമ്മ വിഷമിക്കണ്ട, അറബിയമ്മ അങ്ങനെയുള്ള ആളല്ലേ. പിന്നെ അറബിയമ്മ പറഞ്ഞ കാര്യം ഒരു വീട് പണിയണം എന്നൊക്കെയാണ്. മാഷാ അല്ലാ, അറബിയമ്മയുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ. എന്തായാലും അവരിങ്ങോട്ട് എത്തട്ടെ. അന്ന് ഉമ്മ ഉപ്പയോട് പറയുകയാണ്, പിന്നെ അറബിയമ്മയൊക്കെ വരുന്നുണ്ടല്ലോ ഈ മാസം. ആണോ? ഹോ, നമ്മളൊക്കെ അവർ നോക്കിയതിലേ, നമ്മൾക്കൊന്നും ഒരിക്കലും അങ്ങനെ എത്തിക്കഴിയൂല. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ അവരെ സ്വീകരിക്കണം. കാരണം നമ്മൾക്ക് വേണ്ടി അത്രക്കും അവർ വിരുന്നൊരുക്കിയവരാണ്. നമ്മൾക്ക് വേണ്ടി വീടും ഭക്ഷണവും എല്ലാം ഒഴിഞ്ഞു തന്നവരാണ് അവർ. നമ്മൾ എന്ത് ചെയ്യും സുൽഫത്തെ? നമ്മളെ വീട്ടിലേക്കൊക്കെ അവർ വരുമ്പോൾ, ഇക്ക, നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. അറബിയമ്മ പിന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലല്ലോ, ജാടയുള്ള എല്ലാത്തിലേക്കും ചേരുന്ന ആളല്ലേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്നാലും അപ്പോഴേക്കും അതാ നാഫി ഉസ്താദ് അടുക്കളയിലേക്ക് വരുന്നു. ഉമ്മ, എന്താ വലിയ ചർച്ച എല്ലാവരും കൂടെ? എടാ മോനെ, നീ അറിഞ്ഞില്ലേ അറബിയമ്മ വിളിച്ചത്? ആ, ഞാനും തന്നെയായിരുന്നു ഫോൺ എടുത്തിരുന്നത്. അത് ശരി. അപ്പോൾ മോനെ, എന്താ നമ്മൾ ചെയ്യുക? അവർക്കുള്ള റൂം എന്തൊക്കെ സെറ്റപ്പാക്കി കൊടുക്കണ്ടേ? ഉമ്മ, മുകളിലുള്ള റൂമുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. തലാലിനും ഉമ്മാക്കും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളത് ഇവിടെ ഉണ്ടല്ലോ. എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മോനെ, എന്തൊരു വീടെടുക്കുന്നതിനെ കുറിച്ചൊക്കെ അറബിയമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു. ആ, നൂർ മഹൽ അല്ലേ, നൂർ ഫാത്തിമയുടെ പേരിൽ ഒരു വീടുണ്ടാക്കുകയാണത്രേ. നൂർ മഹൽ എന്നു പേരുള്ള ഒരു വീട്. അവൾ അറേബ്യയിൽ വളരെയധികം സൗകര്യത്തോടു കൂടിയാണ് ജീവിച്ചത്. അതേ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഒരു സെറ്റപ്പ് വീട്, അതാണത്രേ അറബിയമ്മ ലക്ഷ്യമിടുന്നത്. ഇൻഷാ അല്ലാ, അറബിയമ്മ അവളെ കുറേ നോക്കിയതല്ലേ, അപ്പോൾ അതിനുള്ള ഒരു ആഗ്രഹമൊക്കെ അതിനുണ്ടാവും. എന്തായാലും എല്ലാം റാഹത്തായി നടക്കട്ടെ പഠിച്ചവനെ, ആമീൻ. ഉസ്താദിൻ്റെ വീട്ടിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കളിയാടുകയാണ്. എല്ലാം കൊണ്ടും അവർക്കിപ്പോൾ വളരെയധികം റാഹത്താണ്, സന്തോഷമാണ്. അതെ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിക്കാല് പിറക്കാൻ പോകുന്നു. രണ്ടാമതായി അറബിയും വരുന്നു. നൂർ ഫാത്തിമക്ക് പുതിയൊരു വീട് സെറ്റാക്കുന്നു.
അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.